ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അടുക്കള വൃത്തിയാക്കലാണ്. കുറേ ദിവസമുണ്ട് അടുക്കള വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നമുക്ക് സമയം കിട്ടുന്നില്ല. അകത്തെ പണി അല്ലാതെ മുറ്റത്തെ പണികളൊക്കെ ഒരുപാടുള്ള കാരണം ഇതിനൊന്നും പ്രത്യേക സമയം കിട്ടത്തില്ല. പിന്നെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് വേണ്ട നമുക്കിതൊക്കെ ചെയ്യാൻ. പിന്നെ ചെറിയ മോൾ ഉറങ്ങണം. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളിതിനൊക്കെ മെനക്കെട്ട് നിൽക്കാൻ. അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയി. കുഞ്ഞിന്ന് നേരത്തെ കിടന്നുറങ്ങിയ കാരണം വലിയ പണിയില്ലായിരുന്നു. പുറത്തെ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങളിന്ന് കിച്ചണിൻ്റെ ആദ്യം തന്നെ കബോർഡ് വൃത്തിയാക്കൽ തുടങ്ങി. അപ്പോൾ അമ്മ രാവിലെ തന്നെ മുകളിലെല്ലാം അടിച്ചു വാരി, പൊടിയെല്ലാം പുഹയറയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തട്ടിയിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കബോർഡിനകത്തിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് താഴെ വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി നമ്മൾ പേപ്പറെല്ലാം മാറ്റി കൊടുത്തു. എല്ലാം പൊടി പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ എടുത്തു വെച്ച പാത്രം എല്ലാം തന്നെ അറേഞ്ച്മെൻ്റ് എല്ലാം മാറി. കാരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ വേണം നമ്മൾ അടുത്തടുത്ത് വെക്കാൻ. വലിയ വലിയ പാത്രങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റി ഗ്ലാസും കുപ്പി ഗ്ലാസ്സൊക്കെ പെട്ടെന്ന് എടുക്കേണ്ടതാണ്, കൈ എത്തുന്നിടമായതുകൊണ്ട് അതൊക്കെ അടുത്ത് തന്നെ വെച്ചു. പിന്നെ അല്ലാത്ത പൊട്ടുന്ന പാത്രമെല്ലാം ബാക്കിലോട്ട് നീക്കി വെച്ചു. പിന്നെ ബൗളും നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി. പിന്നെ എൻ്റെ കുറച്ച് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് എപ്പോഴും എടുക്കാത്തത് കൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ മൊത്തത്തിലെല്ലാം ഒന്ന് അറേഞ്ച്മെൻറ്റ് മാറി. വേഗം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം അടുക്കിനോടെ വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ്. ഇനി അടുത്ത ക്ലീനിങ്ങുമായിട്ട് വീണ്ടും വരാം.